ഹലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് വാചകം എന്തെന്നായിരുന്നു, വാചകം എത്ര വിധമായിരുന്നു, എത്ര വിധമല്ല വാചകത്തെ എങ്ങനെ വിഭജിച്ചിട്ടുണ്ടെന്നായിരുന്നു നമ്മൾ പഠിച്ചത്. ക്രിയ, നാമം, ക്രിയ, വിശേഷണം എന്നിങ്ങനെ പഠിച്ചിരുന്നു. എന്നിട്ട് നാമം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് ക്രിയയാണ്. ഈ ക്രിയയെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അർത്ഥം പ്രമാണിച്ചും, പ്രകൃതി പ്രമാണിച്ച്, രൂപം പ്രമാണിച്ച്, പ്രാധാന്യം പ്രമാണിച്ച് എന്നിങ്ങനെയാണ്. അർത്ഥം പ്രമാണിച്ച് സകർമ്മകമെന്നും അകർമ്മകമെന്നും 2 വിഭാഗമുണ്ട്. പ്രകൃതി പ്രമാണിച്ച് കേവലമെന്നും പ്രയോജകമെന്നും 2 വിഭാഗം. രൂപം പ്രമാണിച്ച് കാരിതം അകാരിതമെന്ന് 2 വിഭാഗം. പിന്നെ പ്രാധാന്യം അനുസരിച്ചിട്ടാണ് മുറ്റുവിന പറ്റുവിന എന്ന് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സകർമ്മകം എന്തുവാന്ന് പഠിക്കാം. എന്താണ് സകർമ്മകം? കർമ്മമുള്ള ക്രിയയെ സകർമ്മകം എന്ന് പറയുന്നു. കർമ്മമുള്ള ക്രിയ എന്തെന്ന് പറയുന്നു? സകർമ്മം. അതായത് ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടിയാൽ അത് സകർമ്മകം. അകർമ്മകം എന്നാൽ കർമ്മമില്ലാത്ത ക്രിയ. നമ്മളെന്താണ് സകർമ്മകം എന്നാൽ കർമ്മമുള്ള ക്രിയ എന്ന് പഠിച്ചപ്പോൾ അകർമ്മകം എന്താ? കർമ്മമില്ലാത്ത ക്രിയയെ എന്തെന്ന് പറയുന്നു? അകർമ്മകം എന്ന് പറയുന്നു. അതായത് ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടാത്തതാണ് അകർമ്മകം. സകർമ്മകത്തിനിപ്പം നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പഠിപ്പിക്കുന്നു. പഠിപ്പിക്കുന്നു എന്നുള്ളതിന് നമ്മളിപ്പോൾ ആരെ പഠിപ്പിക്കുന്നു, എന്തിനെ പഠിപ്പിക്കുന്നു, എന്തിനെ പഠിപ്പിക്കുന്നു, അങ്ങനെ ഉത്തരം കിട്ടുന്നുണ്ടായിരിക്കണം. അങ്ങനെയുള്ളതിനെ സകർമ്മകം എന്ന് പറയുന്നു. ഇനിയിപ്പം കുളിപ്പിക്കുന്നു. കുളിപ്പിക്കുന്നു, എന്തിനെ കുളിപ്പിക്കുന്നു, ആരെ കുളിപ്പിക്കുന്നു എന്തെന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടും അല്ലേ? ഉത്തരം കിട്ടുന്നതാണ്. ഇനി അകർമ്മക ക്രിയയ്ക്ക് ഉദാഹരണം നടക്കുന്നു, കുളിച്ചു എന്ന് പറയാം. നമ്മൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ ആരെയും നടക്കുന്നു എന്ന് ചോദിക്കത്തില്ലല്ലോ, എന്തിനേയും നടക്കുന്നു എന്ന് ചോദിക്കില്ലല്ലോ. അപ്പോൾ അവിടെ എന്തില്ല? ഉത്തരം കിട്ടുന്നില്ല. അങ്ങനെയുള്ളതിനെ എന്തെന്ന് പറയും? അകർമ്മക ക്രിയ എന്ന് പറയും. ഇനി നമുക്ക് കേവലക്രിയ എന്തുവെന്ന് പഠിക്കാം. കേവലക്രിയ എന്ന് പറഞ്ഞാൽ കർത്താവ് സ്വയം ചെയ്യുന്ന ക്രിയ എന്തെന്ന് പറയാം? കേവലക്രിയ എന്ന് പറയാം. കർത്താവ് സ്വയം ചെയ്യുന്ന ക്രിയയെ കേവലക്രിയ എന്ന് പറയാം. നമ്മളെന്താ പറഞ്ഞത്? കേവലക്രിയ എന്നത് കർത്താവ് സ്വയം ചെയ്യുന്ന ക്രിയയെ കേവലക്രിയ എന്ന് പറയാം. നമുക്ക് ഉദാഹരണം പറയാൻ മനസ്സിലാവും. പഠിക്കുക, അത് ഒരു വ്യക്തി അല്ല ഒരാൾ ചെയ്യുന്ന ഇതാണ്. അപ്പോൾ കർത്താവ് സ്വയം ചെയ്യുന്ന ക്രിയയാണ് അല്ലെങ്കിൽ പ്രവൃത്തിയാണ് എന്തെന്ന് പറയുന്നത്? കേവലക്രിയ എന്ന് പറയുന്നത്. പഠിക്കുക, ഉറങ്ങുക, അപ്പം ഒരു വ്യക്തി ചെയ്യുന്ന കാര്യം, ഒരു കർത്താവ് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ എന്തെന്ന് പറയുന്നത്? കേവലക്രിയ എന്ന് പറയുന്നത്. സ്വയമേ ചെയ്യുന്ന ക്രിയ എന്തെന്ന് പറയാം? കേവലക്രിയ എന്ന് പറയാം. ഇനി പ്രയോജകക്രിയ അതിൻ്റെ ഓപ്പോസിറ്റാണ്. മറ്റൊരാളുടെ സഹായത്തോടു കൂടി ചെയ്യുന്ന ക്രിയ എന്തെന്ന് പറയാം? പ്രയോജകക്രിയ എന്ന് പറയാം. ഉദാഹരണം പഠിപ്പിക്കുന്നു, ഉറങ്ങുന്നു. അത് ഒരാളുടെ സഹായത്തോടു കൂടി മാത്രം നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഒരാൾ പഠിപ്പിക്കുക, പഠിപ്പിക്കുമ്പോൾ മാത്രം പഠിപ്പിക്കുന്നു. അപ്പോൾ എന്താ? ഒരാൾ നമ്മളെ പഠിപ്പിച്ചാൽ മാത്രമാണ് അവിടെ ഒരു ക്രിയ നടക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി നടക്കുന്നത്. അതിനെ എന്തെന്ന് പറയാം? പ്രയോജകക്രിയ എന്ന് പറയാം. ഇനി കാരിതക്രിയ എന്താണെന്ന് നോക്കാം. അകാരിതക്രിയ എന്ന് കേവലക്രിയ ഇക്കു എന്ന അക്ഷരം വന്നാൽ കാരിതക്രിയ. കേവലക്രിയ എന്തോ നമ്മൾ പഠിച്ചില്ലേ? കർത്താവ് സ്വയം ചെയ്യുന്ന ക്രിയ, അതായത് പഠിക്കുക, ഉറങ്ങുക എന്നുള്ളത്. ഇതിനകത്ത് ഇക്കു എന്ന അക്ഷരം വന്നാൽ അത് എന്തായി? കാരിതക്രിയയായി. കാരിതക്രിയയായി അല്ലയോ? അപ്പോൾ അതിന് ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. പഠിക്കുന്നു, അതിനകത്ത് ഇക്കു എന്ന അക്ഷരം വരുന്നുണ്ട്. അതെന്തായി? കാരിതക്രിയ. കേവലക്രിയയിൽ ഇക്കു എന്ന അക്ഷരം വന്നാൽ എന്തായി? കാരിതക്രിയ എന്നായി. അപ്പോൾ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ പഠിക്കുന്നു, നടക്കുന്നു, ഇതൊക്കെ ഇക്കു എന്ന അക്ഷരം വരുന്നവയാണ്. ഇനി അകാരിതക്രിയ എന്ന് പറഞ്ഞാൽ കേവലക്രിയയിൽ ഇക്കു വരാത്തത് എന്താണ്? അകാരിതക്രിയയാണ്. കേവലക്രിയയിൽ ഇക്കു വരുന്നത് കാരിതക്രിയയും കേവലക്രിയയിൽ ഇക്കു വരാത്തത് അകാരിതക്രിയയാണ്. അതിനുദാഹരണം എഴുതുന്നു, ഉറങ്ങുന്നു. കേവലക്രിയ എന്തോ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. എന്താണ്? സ്വയം ചെയ്യുന്ന. എഴുതുന്നു എന്ന് പറയുന്ന സാധനം സ്വയം ചെയ്യുന്ന, ഉറങ്ങുന്നു എന്ന് പറയുന്നത് സ്വയം ചെയ്യുന്നത്. ഇതിനകത്ത് എന്തായാലും ഇക്കു വരുന്നില്ലല്ലോ. അങ്ങനെയുള്ളതിനെ എന്തെന്ന് പറയാം? അകാരിതക്രിയ എന്ന് പറയാം. ഇനി മുറ്റുവിന പറ്റുവിന, ഇങ്ങനെ 2 ക്രിയകളുണ്ട്. മുറ്റുവിന എന്ന് പറഞ്ഞാൽ പൂർണ്ണക്രിയയാണ്, പൂർണ്ണമായ ക്രിയയാണ് പൂർണ്ണക്രിയ എന്ന് പറയുന്നത്. ആ ക്രിയയെ നമ്മൾ പറയുന്ന പേരാണ് മുറ്റുവിന. ഉദാഹരണം ചാടുന്നു, അത്
പൂർണ്ണമായ ഒരു പ്രവൃത്തി പൂർണ്ണമായി സംഭവിച്ച ക്രിയയാണ്. ആ ഒരു വാചകം പൂർണ്ണമാണ്. അവിടെ ഒരു പ്രവൃത്തി സംഭവിച്ചു, ചാടുന്നു, പ്രവൃത്തി സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അതിനൊരു പൂർണ്ണതയുണ്ട്. അതിനെ എന്തെന്ന് പറയാം? മുറ്റുവിന എന്ന് പറയാം. ഇനി പറ്റുവിന എന്നാൽ ഇതിന് ഓപ്പോസിറ്റാണ്. അപൂർണ്ണ ക്രിയയായിരിക്കും, പൂർണ്ണമായിരിക്കില്ല ഇത്. പൂർണ്ണമാകാത്ത ക്രിയയാണ് പറ്റുവിന എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചാടുന്നു എന്ന് പറഞ്ഞില്ലേ, അതപ്പോൾ ഒരു പൂർണ്ണ ക്രിയയാണ്. ക്രിയ കംപ്ലീറ്റഡ് ആണ് അവിടെ. അപ്പം അവിടെ ഒരു ക്രിയ പൂർത്തീകരിച്ച പദമാണ് നമ്മൾ കണ്ടത്, വാചകമാണ് നമ്മൾ കണ്ടത്. ഇനി എന്താ പറ്റുവിനയ്ക്കകത്ത് വരുമ്പോഴത്തേക്കും ഉദാഹരണം ചാടുന്ന. ആര് ചാടുന്ന? അതിനൊപ്പം ഒരു വാക്കോ അല്ലെങ്കിൽ അതിനൊപ്പം മറ്റൊരു പദം അപൂർണ്ണ ക്രിയയോടൊപ്പം ഒരു പൂർണ്ണ ക്രിയയും കൂടെ വന്നാൽ മാത്രമേ അവിടെ എന്തൊരു വരുത്തുള്ളൂ, ഒരു പൂർണ്ണത വരുത്തുള്ളൂ. അങ്ങനെയുള്ളതിനെ എന്തെന്ന് പറയാം? പറ്റുവിന എന്ന് പറയാം. അപ്പം നമ്മൾ എന്താ പഠിച്ചത്? ക്രിയ എന്താണെന്ന് പഠിച്ചു. ചെയ്യുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ശബ്ദത്തെയാണ് എന്തെന്ന് പറയുന്നത്? ക്രിയ എന്ന് പറയുന്നത്. ക്രിയയെ 4ആയി വിഭജിച്ചിട്ടുണ്ട്. സകർമ്മക അകർമ്മകമെന്നും കേവല ക്രിയ പ്രയോജക ക്രിയയെന്നും കാരിതം അകാരിതമെന്നും മുറ്റുവിന പറ്റുവിന എന്നും തിരിച്ചിട്ടുണ്ട്. ഇതിനെ സകർമ്മക അകർമ്മകം എന്താണ്? കർമ്മത്തെ അടിസ്ഥാനമാക്കിയാണ് ചെയ്യുന്നത്. കേവലം പ്രയോജിക എന്താണ്? കേവലക്രിയയും പ്രയോജകക്രിയ എന്താണ്? ചെയ്യുന്ന പ്രവൃത്തി ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ. കർത്താവ് ചെയ്യുന്ന ക്രിയയെ കേവലമെന്നും മറ്റൊരാളുടെ സഹായത്തോടു കൂടി ചെയ്യുന്ന ക്രിയയെ പ്രയോജകക്രിയ എന്നും പറയുന്നു. കാരിത അകാരിതം എന്താണ്? കേവലക്രിയയിൽ ഇക്കു വരുന്നത് കാരിതമെന്നും ഇക്കു വരാത്തത് അകാരിതമെന്നും പറയാം. മുറ്റുവിന എന്താണ്? പൂർണ്ണക്രിയ എന്നാൽ മുറ്റുവിന, അപൂർണക്രിയ എന്നാൽ പറ്റുവിന. ഇനി പറ്റുവിനയെ 2ആയി തിരിച്ചിട്ടുണ്ട്, പേരച്ചമെന്നും വിനയച്ചമെന്നും. പറ്റുവിനയെ ഇനി എന്തായിട്ട് തിരിച്ചിട്ടുണ്ട്? 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്, പേരച്ചമെന്നും വിനയച്ചമെന്നും. പേരച്ചമെന്നാൽ അപൂർണക്രിയയുടെ കൂടെ ഒരു നാമം അല്ലെങ്കിൽ പേര് വന്നാൽ അത് പേരച്ചം. എന്താണ്? അപൂർണ ക്രിയയുടെ കൂടെ ഒരു നാമം അല്ലെങ്കിൽ പേര് വന്നാൽ അത് പേരച്ചം. നമ്മൾ നാമം എന്താണെന്ന് പഠിച്ചായിരുന്നു. എന്താണ്? ഒരു പേരായ ശബ്ദത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? നാമം എന്ന് പറയുന്നത്. ഒരു പേരായ ശബ്ദത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? നാമം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു. അപ്പം നാമമോ അല്ലെങ്കിൽ പേരോ വന്നു കഴിഞ്ഞാൽ ഏതിൻ്റെ കൂടെ? അപൂർണ ക്രിയയുടെ കൂടെ നാമമോ അല്ലെങ്കിൽ പേരോ വന്നാൽ അതിനെ പേരച്ചം എന്ന് പറയാം. അതിനുദാഹരണം നമ്മൾ പഠിച്ചു. പറ്റുവിനെ എന്താണ്? അപൂർണ്ണ ക്രിയയാണ്. അപ്പം അതിന് ഉദാഹരണം ആലോചിക്കുക. അതിൻ്റെ ഉദാഹരണം എന്താണ്? ചാടുന്ന. അപ്പോൾ അതിനോടൊപ്പം ഒരു നാമത്തെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. ചാടുന്ന കുട്ടി എന്നാക്കിയാൽ അപ്പോൾ അവിടെ ഒരു നാമം വന്നു. അവിടെ ഒരു നാമം വന്നപ്പോൾ അതിനെന്ത് ചെയ്തു? പൂർണ്ണത സംഭവിച്ചു. ചാടുന്ന എന്നൊരൊറ്റ പദം നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അതിനർത്ഥം പൂർണ്ണമാകില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു നാമം വന്നപ്പോൾ അതെന്തായി? പേരച്ചമായി. അതാണ് പേരച്ചം. ഇനി ഒരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ മനസ്സിലാവും. ഓടുന്ന എന്നാൽ എന്താണ്? ഒരു പറ്റുവിന പദമാണ്. അതായത് അപൂർണ ക്രിയയാണ്. അതിൻ്റെ കൂട്ടത്തിൽ എന്താ? ഓടുന്ന കുട്ടി എന്ന് ചേർത്താൽ എന്തായി? അതൊരു പൂർണ്ണ ക്രിയയായി. ഇനി എന്താണ്? പറ്റുവിനയുടെ മറ്റൊരു വിഭാഗമാണ് വിനയച്ചു എന്ന് പറയുന്നത്. വിനയച്ചു എന്താണെന്ന് വെച്ചാൽ അപൂർണ ക്രിയയുടെ കൂടെ മറ്റൊരു പൂർണ്ണ ക്രിയ കാണും. അപൂർണ ക്രിയ എന്താണെന്ന് ഓർക്കുക. എന്താ? ചാടുക, ചാടുന്ന, ഓടുന്ന എന്നൊക്കെയുള്ളത് അപൂർണ ക്രിയ. അതിൻ്റെ കൂടെ എന്താണ്? ഒരു പൂർണ്ണ ക്രിയ വരുന്നു. പൂർണ്ണക്രിയ എന്തോ നമ്മൾ പഠിച്ചായിരുന്നല്ലോ. ചാടുന്നു, കിടന്നു, ഉറങ്ങുന്നു, ഇതൊക്കെ എന്താണ്? ഒരു പൂർണ്ണ ക്രിയയാണ്. അപ്പം ഈ പൂർണ്ണക്രിയ എന്തിൻ്റെ കൂടെ? അപൂർണ ക്രിയയോടൊപ്പം വന്നു കഴിഞ്ഞാൽ അത് വിനയച്ചം. ഓക്കെ. അപ്പം എന്താണ്? അപൂർണ ക്രിയയുടെ കൂടെ മറ്റൊരു പൂർണ്ണക്രിയ കാണുകയാണെങ്കിൽ അതിനെ വിനയച്ചം എന്ന് പറയാം. ഉദാഹരണം പറയാം. ഉറങ്ങാൻ എന്നുള്ളതിനകത്ത് അതേതാണ്? ഒരു അപൂർണ ക്രിയയാണ്. അതിനോടൊപ്പം കിടന്നു എന്നുള്ളത് പൂർണ്ണക്രിയ. അപ്പോൾ ഉറങ്ങാൻ കിടന്നു, അവിടെ ഒരു പൂർണ്ണത സംഭവിച്ചു. ഇതിനെ എന്തെന്ന് പറയാം? വിനയച്ചം എന്ന് പറയാം. ഓക്കെ, മനസ്സിലായോ? അപ്പം ഒന്നുകൂടെ പറയാം. നമുക്ക് പേരച്ചം എന്താണെന്ന് പറഞ്ഞാൽ അപൂർണ ക്രിയയോടൊപ്പം നാമമോ പേരോ വന്നാൽ അതിനെ പേരച്ചം എന്ന് പറയാം. അപ്പോൾ അതിന് ഉദാഹരണം ഓടുന്ന കുട്ടി, ചാടുന്ന കുട്ടി എന്നൊക്കെ പറയാം. ഇനി വിനയച്ചം എന്താണെന്ന് വെച്ചാൽ അപൂർണ ക്രിയയുടെ കൂടെ മറ്റൊരു പൂർണ്ണക്രിയ വരികയാണെങ്കിൽ അതിനെ വിനയച്ചം എന്ന് പറയാം. ഉദാഹരണം എന്താ? ഉറങ്ങാൻ കിടന്നു. അതിനകത്ത് ഏതാ അപൂർണക്രിയ? ഉറങ്ങാൻ എന്നുള്ളത് അപൂർണ ക്രിയയാണ്. പൂർണ്ണക്രിയയിനകത്ത് ഏതാണ്? കിടന്നു എന്നുള്ളത്. ഓക്കെ, അത് മനസ്സിലായില്ലേ? നമ്മളിനി പറ്റുവിനെയും എന്തായിട്ട് തിരിച്ചിട്ടില്ലായിരുന്നോ? പേരച്ചം വിനയച്ചം എന്ന്.
ഈ വിനേചത്തിനെ ഇനി എന്തായിട്ട് തിരിച്ചിട്ടുണ്ട്? ഒരു 5 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. മുൻവിനേചം, പിൻവിനേചം, തൻവിനേചം, നടുവിനേചം, പാർശ്വിക വിനേചം. എങ്ങനെ? മുൻവിനേചം, പിൻവിനേചം, തൻവിനേചം, നടുവിനേചം, പാർശ്വിക വിനേചം. വളരെ എളുപ്പമാണ് പഠിക്കാനിത്. മുൻവിനേചം എന്നാൽ അപൂർണ ക്രിയ ആദ്യം നടന്നാൽ അതെന്തായി? മുൻവിനേചമായി. അപൂർണ ക്രിയ എന്താണെന്ന് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ആ അപൂർണ ക്രിയ ആദ്യം നടന്നാൽ അത് മുൻവിനേചം. പോയി പറഞ്ഞു, പോയതിന് ശേഷമല്ലേ പറഞ്ഞത്. അപ്പോൾ അവിടെ ആദ്യം നടന്ന ക്രിയ എന്താണ്? പോയി. പോയി എന്ന ക്രിയ ആദ്യം നടന്നു. അപ്പോൾ അവിടെ എന്താണ്? അപൂർണ ക്രിയ. പോയി എന്നുള്ളത് ഒരു അപൂർണ ക്രിയ, അത് ആദ്യം നടന്നപ്പോൾ എന്തായി? അതിനെ മുൻവിനേചം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപൂർണ ക്രിയ എന്നാൽ എന്താണ്? ഒരു പൂർണ്ണതയില്ലാത്തതിനെയാണ്, പൂർണ്ണതയില്ലാത്ത ക്രിയത്തെയാണ് അപൂർണ ക്രിയ എന്ന് പറയുന്നത്. ഇതിനകത്ത് പോയി എന്നുള്ളത് ഒരു അപൂർണ ക്രിയയാണ്. ആ കാര്യം ആദ്യം നടന്നാൽ, ക്രിയ നടക്കണം, ആ പ്രവൃത്തി ആദ്യം നടന്നാൽ മുൻവിനേചം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഉദാഹരണം പറഞ്ഞത് മനസ്സിലായല്ലോ. പോയി പറഞ്ഞു. അതിനകത്ത് പോയി എന്നുള്ളത് എന്താണ്? ഒരു അപൂർണ ക്രിയയാണ്, അത് ആദ്യം നടന്നു. ആദ്യം നടന്നതായതുകൊണ്ട് അത് മുൻവിനേചം. ഇനി പിൻവിനേചം എന്നാൽ അപൂർണ ക്രിയ രണ്ടാമത് നടന്നാൽ അത് പിൻവിനേചം. എന്ന് വെച്ചാൽ അപൂർണ ക്രിയ, പൂർണ്ണമല്ലാത്ത പ്രവൃത്തി രണ്ടാമത് നടന്നാൽ അതിനെ പിൻവിനേചം എന്ന് പറയാം. അതിന് ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. പോകാൻ പറഞ്ഞു. പോകാൻ എന്നുള്ളത് ഒരു അപൂർണ ക്രിയയാണ്. പറഞ്ഞതിന് ശേഷമാണ് പോകുന്നത്. അപ്പോൾ എന്തായി? അവിടെ പറഞ്ഞു എന്നുള്ള പ്രവൃത്തി ആദ്യം നടക്കുകയും പോകാൻ എന്നുള്ളത്, അല്ലെ പോയി എന്നുള്ള പ്രവൃത്തി രണ്ടാമത് നടക്കുകയും ചെയ്തു. പോകാൻ എന്നുള്ള അപൂർണ ക്രിയ രണ്ടാമത്, പ്രവൃത്തിയിൽ രണ്ടാമതാണ് നടന്നത്. ആദ്യം നടന്ന പ്രവൃത്തി എന്താണ്? പറഞ്ഞു എന്നതാണ്. ഓക്കെ, മനസ്സിലായോ? അത് അപൂർണ ക്രിയ എന്നാൽ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അപൂർണ ക്രിയ രണ്ടാമത് നടന്നാൽ അത് പിൻവിനേചം. ഓക്കെ, അതിപ്പോൾ മനസ്സിലായി കാണും. പിൻവിനേചത്തിൻ്റെ കൂടെ ആൻ എന്ന പ്രത്യയം എപ്പോഴും കാണും. പിൻവിനേചത്തിൻ്റെ കൂടെ എന്തായിരിക്കും? ആൻ എന്ന പ്രത്യയം കാണും. പോകാൻ പറഞ്ഞു, കണ്ടോ? വരാൻ പറഞ്ഞു, അതിനകത്ത് ആൻ എന്ന പ്രത്യയമുണ്ട്. അങ്ങനെയുള്ളതായിരിക്കും പിൻവിനേചം എന്ന് പറയുന്നത്. ഇനി അടുത്തത് തൻവിനേചം. നമ്മളിപ്പം 2 പഠിച്ചു. ഇനി അടുത്തതാണ് തൻവിനേചം. തൻവിനേചം എന്നാൽ അപൂർണ ക്രിയയും പൂർണ്ണക്രിയയും ഒരുപോലെ നടന്നാൽ, അവിടെ രണ്ടും ഡിപ്പെൻഡിങ് ആണ്. ഓക്കെ, ഒന്ന് നടന്നാൽ മാത്രമേ മറ്റൊന്ന് നടക്കത്തുള്ളൂ. അങ്ങനെയുള്ള ക്രിയ എന്തെന്ന് പറയാം? തൻവിനേചം എന്ന് പറയാം. ഒന്ന് നടന്നാൽ മാത്രമേ മറ്റൊരു ക്രിയ നടക്കത്തുള്ളൂ എന്നതുകൊണ്ട് അതിനെ തൻവിനേചം എന്ന് പറയാം. അതിനുദാഹരണം പറയാം. പോകവേ കണ്ടു. പോയ വഴിക്ക് ആ വ്യക്തിയെ കണ്ട. പോയപ്പോഴല്ലേ കണ്ടത്? പോയി എന്ന പ്രവൃത്തി നടന്നു, അതിൻ്റെ കൂട്ടത്തിൽ കണ്ടു. അപ്പോൾ ഒരേ പ്രവൃത്തി, 2 പ്രവൃത്തി ഒരേ സമയം നടക്കുന്നതിനെ എന്തെന്ന് പറയാം? തൻവിനേചം എന്ന് പറയാം. നടക്കവേ കണ്ടു, നടക്കുന്ന വഴിക്കാണ് കണ്ടത്. ഇതിനകത്ത് അവേ എന്ന പ്രത്യയം കൂടെ കാണും. ഇതിനകത്ത് എന്താണ്? അവേ എന്ന പ്രത്യയം കൂടെ കാണും. ഇനി അടുത്തത് നടുവിനേചം. നടുവിനേചം എന്നാൽ ക്രിയയുടെ ശുദ്ധമായ രൂപത്തെ കാണിക്കുന്നവയാണ് എന്തെന്ന് പറയുന്നത്? നടുവിനേചം എന്ന് പറയുന്നത്. ക്രിയയുടെ ശുദ്ധമായ രൂപത്തെ കാണിക്കുന്നവയാണ് എന്തെന്ന് പറയുന്നത്? നടുവിനേചം എന്ന് പറയുന്നത്. അതായത് ക്രിയയുടെ ശുദ്ധമായ രൂപം നടുക്കു വരുന്നത്. നമ്മളൊരു വാക്യത്തിൽ പ്രവൃത്തിയുടെ രൂപം എന്താണ്? ഏത്? അപൂർണ ക്രിയ നടുക്കു വരുവാണെങ്കിൽ അതിനെ എന്തെന്ന് പറയാം? നടുവിനേചം എന്ന് പറയാം. ഓക്കെ, ക്രിയയുടെ ശുദ്ധമായ രൂപം നടുക്ക്, അതായത് അപൂർണ ക്രിയ നടുക്കു വരികയാണെങ്കിൽ അതിനെ എന്തെന്ന് പറയാം? നടുവിനേചം എന്ന് പറയാം. അതിന് ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ഇപ്പം പൂർണ്ണക്രിയ അല്ലാത്തതും അപൂർണക്രിയ അല്ലാത്തതൊന്നും അറിയാമല്ലോ. പറയുക, നടക്കുക, ഇതൊക്കെ എന്താണ്? പൂർണ്ണക്രിയ അല്ലാത്തതാണ്, അപൂർണക്രിയയാണ് ഇതെല്ലാം. അപ്പം ഈ അപൂർണക്രിയ വാക്യത്തിൽ എന്ത് ചെയ്യുക? ആ പ്രവൃത്തി നടുക്ക് വരണം. അങ്ങനെ പറയുകയാണെങ്കിൽ സത്യം പറയുക വേണം. ആ ക്രിയ എവിടെ വന്നിരിക്കുന്നത്? നടുക്ക് വന്നു. നടുക്ക് വന്നപ്പോൾ എന്തായി? അതിനെ നടുവിനേചം എന്ന് പറയുന്നു. ആ ഉദാഹരണം മനസ്സിലായോ? സത്യം പറയുക വേണം. പറയുക എന്ന ആ അപൂർണ ക്രിയ ഈ സത്യത്തിൻ്റെയും വേണം എന്നുള്ളതിൻ്റെ നടുക്കാണ് സംഭവിച്ചേക്കുന്നത്. ആ ക്രിയ സംഭവിക്കുന്നത് നടുക്കാം.
അപ്പം എന്താ, ആ ക്രിയ സൂചിപ്പിക്കുന്ന നടുക്കായതുകൊണ്ട് അതിനെ നടുവിനേച്ചം എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് പാർശ്വിക വിനേച്ചം. ഒരു ക്രിയ സംഭവിച്ചാൽ മറ്റൊരു ക്രിയ സംഭവിക്കും. മറ്റേ നമ്മൾ തൻവിനേച്ചം പഠിച്ചായിരുന്നു. അപൂർണ ക്രിയയും പൂർണ്ണക്രിയയും ഒരുപോലെ നടന്നാൽ എന്നല്ലേ പറഞ്ഞത്, ഒരേപോലെ നടക്കണം, ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഒന്നിരിക്കുന്നത്. ഓക്കെ, അതാണ് തൻവിനേച്ചം എന്ന് പറയുന്നത്. ഇനി പാർശ്വിക വിനേച്ചം എന്ന് പറഞ്ഞാൽ ഒരു ക്രിയ നടന്നാൽ മാത്രമേ മറ്റൊരു ക്രിയ നടക്കത്തുള്ളൂ. ഒരു ക്രിയ സംഭവിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, മറ്റൊരു ക്രിയ സംഭവിക്കത്തുള്ളൂ. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ, പഠിച്ചാൽ ജയിക്കും, അവിടെ പഠിച്ചില്ലെങ്കിൽ ജയിക്കത്തില്ല. മനസ്സിലായോ? പഠിച്ചാൽ അതൊരു ക്രിയയാണ്, ആ ക്രിയ നടന്നാൽ മാത്രമേ ഒരാൾ ജയിക്കത്തുള്ളൂ. കിടന്നാൽ ഉറങ്ങാം, അല്ലയോ? കിടന്നാൽ മാത്രമല്ലേ ഉറങ്ങാൻ പറ്റൂ. കിടന്നാൽ ഉറങ്ങാം, ജോലി ചെയ്തുകൊണ്ടിരുന്ന ഉറങ്ങാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ കിടന്നാൽ ഉറങ്ങാം, അവിടെ കിടന്നാൽ എന്നുള്ള ക്രിയ സംഭവിച്ചാൽ മാത്രമേ മറ്റൊരു ക്രിയ സംഭവിക്കുകയുള്ളൂ. ഇതിൽ എപ്പോഴും എന്താണ്, ആൽ എന്ന പ്രത്യയം കൂടെ കാണും. ആൽ എന്ന പ്രത്യയം കൂടെ കാണും. ഓക്കെ, ഇപ്പം നമ്മൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ എങ്ങനെയൊക്കെയാണ് ക്രിയ എന്താണെന്ന് പഠിച്ചു, ക്രിയ എത്ര വിധമുണ്ടെന്ന് പഠിച്ചു, പിന്നെ ആ ക്രിയയിൽ നമ്മൾ തിരിച്ചതിനകത്ത് മുറ്റുവിനെ പറ്റുവിനെ പറഞ്ഞായിരുന്നു. പറ്റുവിനെ എത്ര വിധം ഉണ്ടെന്ന് പറഞ്ഞു. അത് ഉദാഹരണ സഹിതം നമ്മൾ